എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ലൂസിഫർ കണ്ട് 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ എമ്പുരാൻ വന്നിരിക്കുകയാണ്. ഒന്നിപ്പഴിച്ച മൂന്നെന്നൊക്കെ പറയുന്നത് ഭയങ്കര ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഇതിനു മുന്നേ ഇത്രയും ഹൈപ്പിൽ വന്ന ഒടിയനാണെങ്കിലും വരയ്ക്കാരനാണെങ്കിലും പറ്റിയത് നമ്മൾ കണ്ടാണല്ലോ. പക്ഷേ ഈ പടം അങ്ങനെയല്ല. സംഭവം തൂക്കി കാറി ഒച്ചയൊക്കെ ഒരു വഴിയായി, തൊണ്ടയൊക്കെ അടിച്ചുപോയി. ഈ പടത്തിലെ പല സീനുകൾ കാണുമ്പോഴും നമുക്ക് ഒരു ഹോളിവുഡ് ലെവൽ ഫീൽ കിട്ടും. അതുപോലെ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ തന്നെയാണ്. കാരണം എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി, കഥാപശ്ചാത്തലം, ആക്ടേഴ്സ്, അതുപോലെ സ്ഥലങ്ങൾ, അതൊക്കെ കൊണ്ടായിരിക്കും മൊത്തത്തിൽ ആ ഒരു റിച്ച്നെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സുജിത് വാസുദേവിൻ്റെ സിനിമാറ്റോഗ്രഫി. ഈ പടത്തിലെ ഫ്രെയിമുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമുള്ളൊരു അഭിപ്രായമല്ല ഇത്. എൻ്റെ കൂടെ വന്നവർക്കും അതുപോലെ എൻ്റെ കൂടെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ പടം കഴിഞ്ഞ് പോകാൻ നേരത്തും ഇൻ്റർവെല്ലിനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് ഫ്രെയിമാണോ, എന്ത് ഷോട്ടാണോ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഈ പടത്തിലെ ഡയലോഗുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 വർഷം മുന്നേ ഇറങ്ങിയ ലൂസിഫറിലെ ഡയലോഗ്സ് ഇപ്പോഴും നമ്മൾ പറയാറില്ലേ, അതുപോലെ പറയാൻ പറ്റിയ പവറായിട്ടുള്ള അത്യാവശ്യം ഹ്യൂമറസ് ആയിട്ടുള്ള മീനിങ് ഒക്കെയുള്ള കില്ലൻ ഡയലോഗ്സ് ഈ പടത്തിലുമുണ്ട്. ഇത് OTT വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുറച്ച് നാളത്തേക്ക് റീൽസൊക്കെ ഭരിക്കാൻ പോകുന്നത് ഇതിലെ ഡയലോഗുകളായിരിക്കും, നോ ഡൗട്ട്. പാട്ടുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീപക് ദേവാണ് ചെയ്തിരിക്കുന്നത്. ലൂസിഫറിൽ ചെയ്ത പോലെ തന്നെ ഒട്ടും ലെവൽ കുറച്ചിട്ടില്ല. BGM പാട്ടുകളും എല്ലാം കൊള്ളാം. പിന്നെ ഉള്ളതാണ് പടത്തിലെ ഫൈറ്റ്. നിങ്ങൾ ഈ ടീസറിൽ മരത്തിൽ ഇങ്ങനെ തീ പിടിച്ച് കയറുന്നൊരു സംഭവം കണ്ടില്ലേ, അത് നോക്കി വെച്ചോ, ലെവൽ സാധനമാണ്. പിന്നെ ഇതിൽ ആക്ടേഴ്സിനെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി, ലാലേട്ടനൊക്കെ സ്ക്രീനിലോട്ട് വരുമ്പോൾ എന്ത് ഓറയാണത്, പറയാതിരിക്കാൻ വയ്യ. ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ് സുകുമാരൻ. നമ്മൾ ലൂസിഫറിൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ ഖുറേഷി എബ്രഹാമിനെ കാണുന്നത് അവസാനം. പക്ഷേ ഈ പടത്തിൽ അങ്ങനെയല്ല. ഇതിൽ സ്റ്റീഫനേക്കാളും കൂടുതൽ ഖുറേഷിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ സ്ക്രീനിലോട്ട് വരുമ്പോൾ ഒരു ഓറയുണ്ടല്ലോ, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അത് എടുത്തു പറയേണ്ട സംഭവമാണ്. ഇപ്പം പൃഥ്വിരാജിൻ്റെ കേസിലാണെങ്കിൽ പോലും അടിപൊളിയാണ്. ഇൻഫാക്ട് ഈ ഒരു പടം ബേസ് ചെയ്തിരിക്കുന്നത് സയ്യിദ് മസൂദിൻ്റെ ഒരു ഏകദേശം ഒരു ബേസ് സ്റ്റോറി വെച്ചിട്ടാണ്. ഇതിലെ ക്യാരക്ടർ റോളുകൾ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം നന്ദു, അതുപോലെ തന്നെ സായികുമാർ, സുരാജ് വെഞ്ഞാറമൂട്, ബൈജു, എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ മഞ്ജു വാര്യരുടെ കേസ് നോക്കുകയാണെങ്കിൽ വരുന്നു പോകുന്നു, അങ്ങനെയല്ല. പുള്ളിക്കാരിക്ക് ഇതിൽ അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ എമ്പുരാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഭയങ്കരമായിട്ട് മികച്ചു നിൽക്കുന്നൊരു സിനിമയാണ്. ഡയറക്ഷൻ ആവട്ടെ, ആക്ടിങ് ആവട്ടെ, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ്, അതുപോലെ ആക്ഷൻ, എന്തും ആവട്ടെ മികച്ചു നിൽക്കുന്നൊരു സിനിമയാണ്. പക്ഷേ ഇത് കാണാൻ പോകുന്നവരോട് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് പോകാൻ പാടില്ല. എനിക്ക് പറ്റിയത് അതാണ്. എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കിത് കുറച്ചുകൂടി ഇഷ്ടപ്പെടാമായിരുന്നു. അങ്ങനെ പറ്റാങ്ങേൻ്റെ കാരണം ഈ ഒരു ഓവർ ഹൈപ്പാണ്. ഞാൻ വിചാരിച്ച് ഭയങ്കര ക്യാമിയോ ആരാണ്ട് വരുന്നൊക്കെ ഉണ്ടെന്ന്, ഞാൻ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പോയത്. മറ്റേ കിലുക്കത്തിലെ അവസ്ഥ പോലെ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്നൊക്കെ പറയുന്ന പോലെയായി. അപ്പോൾ നിങ്ങൾ എന്തായാലും പോസിറ്റീവ് റിവ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഒന്നും വിചാരിച്ച് പോകാതിരിക്കുക. ഓക്കെ.